നമസ്കാരം. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ലഹരി. ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമായ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലഹരി എന്ന് പറയുന്ന വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തിയുമായിട്ട് ജനങ്ങളും അതുപോലെ തന്നെ സർക്കാരും നിയമപാലകരും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ അതിനുവേണ്ട എല്ലാ പിന്തുണയും കൊടുത്ത് നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഒപ്പം നിൽക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ് പ്രധാനം. കാരണം നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇവർ ലഹരിക്ക് അടിമപ്പെടുന്നതും അതുപോലെ തന്നെ അവർ ലക്ഷ്യമിട്ടിട്ടുള്ളതും വരുന്ന തലമുറയെയാണ്. ആ തലമുറയെ രക്ഷിക്കാൻ, ഈ നാടിനെ രക്ഷിക്കാൻ, നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും എല്ലാം നിലനിർത്തി പോകുന്നതിന്, സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് നമുക്ക് ഈ ലഹരി എന്ന് പറയുന്ന വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കേണ്ടതുണ്ട്. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി അതിൻ്റെ ഒപ്പം നിൽക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ഇന്ന് മീഡിയകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ്. കാരണം അദ്ദേഹം ഈ നാട്ടിൽ ഉയർത്തിയ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, ഫ്ലാറ്റിൽ ചെല്ലുന്നു, റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിൽ അദ്ദേഹം ഉപയോഗിക്കാൻ വെച്ചിരുന്നത് എന്ന് പറയുന്ന 5 ഗ്രാം കഞ്ചാവ് പിടിക്കപ്പെടുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇത്തരം കഞ്ചാവോ MDMO അതിനല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് പോലും തെറ്റാണ്. അതിന് അദ്ദേഹത്തിന് എന്താണോ ശിക്ഷ, ആ ശിക്ഷ ഇന്ത്യൻ നിയമപ്രകാരമുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കുകയും വേണം. അതിന് അദ്ദേഹത്തെ ന്യായീകരിക്കാനോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനോ കേരളത്തിലെ ഒരു മനുഷ്യനും തയ്യാറാവും എന്ന് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെക്കപ്പുറം കേവലം അവർ കഞ്ചാവിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടെങ്കിൽ പിന്നീട് അയാളുടെ പേരിൽ നിരവധി കേസുകൾ ചാർത്തപ്പെടുകയും ആരോപണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫോറസ്റ്റ് കേസെടുത്തിട്ടുള്ള പുലിനഖവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യത്തിൽ പുലിനഖവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മുമ്പും കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആനക്കൊമ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പല വിഷയങ്ങളും നമ്മൾ മീഡിയ വഴിയൊക്കെ അറിഞ്ഞവരാണ്. പക്ഷെ അതിൻ്റെ പേരിലൊന്നും ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ഒരു പ്രദർശന വസ്തുവായി കൊണ്ടു നടക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് വേടൻ എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഇതിൻ്റെ പേരിൽ ഈ രീതിയിലുള്ള ഒരു പ്രദർശന വസ്തുവായി അദ്ദേഹത്തെ സമൂഹത്തിൻ്റെ അടിയിൽ വളരെ മോശപ്പെട്ട വ്യക്തിയായി പ്രദർശിപ്പിക്കാനുള്ള കാരണം എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവിടെയാണ് അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ആരുടെയൊക്കെ നെഞ്ചകത്തേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ആയുധം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം വളരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അതിവിടുത്തെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ടമാണ്, അതിൻ്റെ ഒരു തുടക്കമാണ്. ഇതുപോലുള്ള ആളുകൾ ഇനിയും നമ്മുടെ നാട്ടിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ആ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതിൻ്റെ ചെറിയൊരു സൂചനയോ ആയിട്ടാണ് നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളെ നമുക്ക് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാളെ പിടിക്കപ്പെട്ടതൊരു ലഹരിയുടെ പേരിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത്തരം രീതിയിലുള്ള സപ്പോർട്ടുകൾ നമ്മുടെ നാട്ടിൽ നിന്നും ലഭിക്കാനുണ്ടായത് സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നത് വളരെയധികം നന്നാവും. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇനിയും ഒരുപാട് പാടട്ടെ, ഒരുപാട് പറയട്ടെ, വിപ്ലവങ്ങൾ ഇവിടെ രചിക്കപ്പെടട്ടെ. അതുതന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ജനപിന്തുണ, അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രവൃത്തി കൂടി ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മെപ്പോലുള്ള ജനങ്ങൾ കൂടുതൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഇനിയും അദ്ദേഹത്തിന് മാറ്റിയെടുക്കാനും മാറാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള സമയം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇനി അതിന്
അതിനു വേണ്ട പ്രവർത്തനമാണ് വേടനെ പോലുള്ള ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാവുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇനിയും ഒരുപാട് പാടട്ടെ, പ്രതിഷേധിക്കട്ടെ, വിപ്ലവങ്ങൾ തീർക്കട്ടെ. അതോടൊപ്പം അദ്ദേഹം ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടി നയിക്കാൻ മുന്നിലുണ്ടാവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതാണ് വരും തലമുറക്ക് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം. അതിനാണ് അദ്ദേഹത്തെ ആളുകളൊക്കെ തയ്യാറാവേണ്ടത്. അതുവഴി വലിയൊരു മാറ്റത്തിന് നമ്മുടെ നാട് സാക്ഷിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ വേടൻ ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട ആ വിപ്ലവം അത് തുടർന്നും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പാടിപ്പറഞ്ഞ ആ വിപ്ലവം ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല എന്ന അതിലപ്പുറമുള്ള മൂർച്ചയേറിയ ആയുധം മറ്റെന്തുണ്ട്? അതിലും വലിയ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലും വലിയ വാക്കുകളിലും അപ്പുറമുള്ള ഒരു ലഹരി മറ്റെന്തുണ്ട് എന്ന ഒരു തിരിച്ചറിവുണ്ടാവേണ്ടത് വേടനെ പോലുള്ള സെലിബ്രിറ്റികൾക്കാണ്. അതവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് വലിയൊരു മാറ്റമാണ്. ഇനിയും അദ്ദേഹത്തിന് സമയങ്ങളുണ്ട്. ആ സമയം അദ്ദേഹം നല്ല രീതിയിൽ ചെലവഴിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.